Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today, we'll be dealing with the poem Remember Me. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു പോമാണ്. അപ്പോൾ ഇത് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലുള്ളതാണ്. ന്യൂ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ന്യൂ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി കോമൺവെൽത്ത് ലിറ്ററേച്ചർ ഒക്കെ ആണ്. അതായത് പണ്ട് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ഏതൊക്കെ രാജ്യങ്ങളിലാണോ കൊളനൈസ് ചെയ്തിരുന്നത് ആ രാജ്യങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് അതിനെയാണ് നമ്മൾ ന്യൂ ലിറ്ററേച്ചേഴ്സിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അത് മൊഡ്യൂൾ 1 ആയിട്ട് ഈ പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ പോം നോക്കാം. ആലീസ് വാക്കർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. ആളുടെ ഏറ്റവും കൂടുതൽ ആളുടെ എന്താ പറയുക കോമൺ ആയിട്ട് കാണുന്ന തീംസ്, ആളുടെ വർക്ക്സിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന തീംസ് എന്ന് പറയുന്നത് റേസ് ആൻഡ് ജെൻഡർ. നമുക്കറിയാം എന്താ പറയുക ബ്ലാക്ക് റൈറ്ററാണ്. അപ്പോൾ എന്താണ് നാച്ചുറലി റേഷ്യൽ ഇഷ്യൂസ് അവർ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ഇഷ്യൂസും അവർ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, ബിഫോർ മൂവിങ് ടു ദ പോം I would like to discuss something. Womanism. This is a term coined by Alice Walker in her work In Search of Her Mother's Gardens, Womanist Prose. This is a 1983 work. It's a collection of essays. Okay. അപ്പോൾ ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. പ്രത്യേകിച്ചും നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഇൻ സെർച്ച് ഓഫ് എ മദേഴ്സ് ഗാർഡൻസ് എന്ന് പറയുന്ന വർക്കിൻ്റെ സബ് ടൈറ്റിൽ എന്താണ്, ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഏത് വർക്കിലാണ് ആലീസ് വാക്കർ ഈ വുമണിസം എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും ജനറൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ആസ് ഓഫ് നൗ എൻ്റെ അറിവിലില്ല ഈ പോം. പക്ഷേ ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഈ ഇൻട്രോ സ്കിപ്പ് ചെയ്യാം. പക്ഷെ മെയിൻ സ്റ്റുഡൻസിന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വുമണിസം എന്ന് പറഞ്ഞ ടേം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 1983 വർക്കിലാണ് വുമണിസം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവരും ഫെമിനിസം എന്നുള്ള വാക്ക് കേട്ട് കാണും അല്ലേ? പക്ഷെ വുമണിസം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത് കുറച്ച് മേ ബി നിങ്ങൾ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വുമണിസം എന്ന് പറയുന്നത് ആക്ച്വലി ഫെമിനിസം എന്ന് പറയുന്നത് ഈ ഫെമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് ചാൾസ് ഫൊറിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ്. അത് ഒരു ഫ്രഞ്ച് ആളാണ് ഈ ടേം കോയിൻ ചെയ്തത്. ഈ ഫെമിനിസത്തിൻ്റെ ബിഗിനിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് US തന്നെയാണ്. ഓക്കെ, ആസ് എ മൂവ്മെൻറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ US. അപ്പോൾ ആൻഡ് ദിസ് മൂവ്മെൻറ്റ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ വൈറ്റ് വിമൻ. ഇത് വൈറ്റ് വിമൻ ആയിരുന്നു ആക്ച്വലി ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്നത്. ഓക്കെ, നമ്മളൊക്കെ അതിൻ്റെ കാര്യത്തിൽ വളരെ പിറകിലോട്ടാണ് അല്ലേ? നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും അവരുടെ ഇഷ്യൂസും കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സോൾവ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഫെമിനിസം എന്ന് പറയുന്നത് US-ലൊക്കെയാണ്, വൈറ്റ് ഡോമിനൻറ്റ് കൺട്രീസിൽ ബിഗിൻ ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അതിൽ മേജർ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നത് വൈറ്റ് വിമൻ തന്നെയായിരുന്നു. അപ്പോൾ അവരങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്താ പറയുക, അവർ ബാക്കി ബ്ലാക്ക് നോൺ വൈറ്റ് വിമനെയും അവർ കൂടെ കൂട്ടി. പക്ഷെ ആ ഒരു എന്താ പറയുക സോളിഡാരിറ്റി പ്രഖ്യാപിച്ചതോടുകൂടി എന്താ പറയുക നോൺ വൈറ്റ് വിമൻ്റെ ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ആയിരുന്നു ഈ വൈറ്റ് വിമൻ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ആക്ച്വലി വൈറ്റ് വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും നോൺ വൈറ്റ് വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള സ്ത്രീകൾക്കുള്ള ഇഷ്യൂസ് ആയിരിക്കില്ല നോർത്തിൽ ഉള്ള സ്ത്രീകൾക്ക് അല്ലേ?
അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു തമിഴ്നാട്ടിലുള്ള സ്ത്രീകളുടെ ഇഷ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലേ. അപ്പോൾ റീജിയണൽ വൈസ് തന്നെ ഈ ജെൻഡർ നോംസും ജെൻഡർ ഇഷ്യൂസും ഒക്കെ മാറ്റങ്ങൾ വരുന്നൊരു കാര്യമാണ്. ചെറിയ ചെറിയൊരു ലൊക്കാലിറ്റി മാറുമ്പോൾ തന്നെ എന്തിന് നമ്മളൊരു കേരളത്തിനകത്ത് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ടൗണിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ ഇഷ്യൂസ് ആയിരിക്കുമോ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ അല്ല. അപ്പോൾ ഇതിപ്പോഴും ജെൻഡർ നോംസ് ജെൻഡർ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ റേസ് RACE കേട്ടോ, റേസിനനുസരിച്ചും പ്രോബ്ലംസും മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസത്തിൻ്റെ തുടക്ക കാലഘട്ടത്ത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വിമൻ ഡോമിനേറ്റ് ചെയ്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അവർ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു നോൺ വൈറ്റ് വിമനായിട്ടും. പക്ഷേ ഗ്രാജുവലി ഈ നോൺ വൈറ്റ് വിമൻ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് വിമൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മൂവ്മെൻറ്റ് ഒരിക്കലും നോൺ വൈറ്റ് വിമൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പോണില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആക്ച്വലി ഇവർ ഈ നോൺ വൈറ്റ് വിമൻ പതുക്കെ വൈറ്റ് വിമൻ്റെ ആ ഒരു എന്താ പറയുക ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്നും മാറി വന്നു. ആദ്യം ബ്ലാക്ക് വിമനും ബാക്കി നമ്മുടെ ഈ ഏഷ്യൻ വിമനൊക്കെ ഒരേ സൗത്ത് ഏഷ്യൻ വിമൻ ഒക്കെ അവരൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നീട് അവർ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആയി. ഓക്കെ, കാരണം ഓരോ റീസൻ്റെയും ഇഷ്യൂസ് ഓരോന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ബേസിക്കലി അത് വൈറ്റ് വിമൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഫെമിനിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലാക്ക് വിമൻ്റെ പ്രോബ്ലംസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതിന് അവർ കോയിൻ ചെയ്തൊരു ടേമാണ് വുമണിസം. And this term was coined by Alice Walker. Okay. Now let's move to the poem. I am the girl with the dark skin whose shoes are thin. I am the girl with the rotted teeth. I am the girl with the wounded eye and the melted ear. അവിടെ എന്താ പറയുന്നത്? ഞാനാണ് ആ പെൺകുട്ടി. എങ്ങനെയുള്ള പെൺകുട്ടി? വിത്ത് ദ ഡാർക്ക് സ്കിൻ അല്ലേ. ഈ സ്കിന്ന് ഡാർക്ക് ആവാന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണല്ലേ. എവിടെ പോയാലും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് ജഡ്ജ്മെൻറ്റ്സ് ഫേസ് ചെയ്യേണ്ടി വരും ഇല്ലേ. ഒരുപാടധികം ജഡ്ജ്മെൻറ്റ്സ് സൗന്ദര്യത്തിൻ്റെ പേരിൽ നമുക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ കുറച്ച് നിറം കുറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അതെ അല്ലേ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ആഫ്രിക്കൻസിൻ്റെ ഒരു സ്കിൻ ടോൺ അല്ല നമ്മുടെ, പക്ഷേ നമ്മുടെ കുറച്ചൊരു ബ്രൗണിഷ് വീറ്റിഷ് കളറാണ്. അപ്പോൾ ആ ഒരു കളർ ആണെങ്കിൽ കൂടിയും അതിനകത്ത് ഇത്തിരി ഡാർക്ക് ടോൺ സ്കിൻ ടോൺ വന്നു കഴിഞ്ഞാൽ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ. എന്ത്? ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ. ഞാനാണ് ആ പെൺകുട്ടി. എങ്ങനെയുള്ള പെൺകുട്ടി? വിത്ത് ദ ഡാർക്ക് സ്കിൻ. എന്താണ് പ്രശ്നം അല്ലേ ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട്? പ്രശ്നം എപ്പോഴും ഈ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ആളുകൾക്കാണ് അല്ലേ, അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഓക്കെ, ഹുസ് ഷൂസ് ആർ തിൻ അല്ലേ. എൻ്റെ ഷൂസൊക്കെ വളരെ തിന്നാണ്. അതായത് ആ കുട്ടിയുടെ ആ ഒരു പോവേർട്ടി അല്ലെങ്കിൽ ആ ഒരു പത്തറ്റിക് കണ്ടീഷനാണ് അവിടെ പറയുന്നത്. ഐ ആം ദ ഗേൾ വിത്ത് റോട്ടഡ് ടീത്ത്. I am the girl with the wounded eye and the melted ear. അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നോക്കൂ ആ പെൺകുട്ടിയുടെ വല്ലാത്തൊരു എന്താ പറയുക പത്തറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് പറയുന്നത്. ആ റോട്ടഡ് ടീത്ത് അല്ലേ, ടീത്തിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്, വളരെ പത്തറ്റിക്കാണ്. മുറിഞ്ഞ കണ്ണുകളും അല്ലേ, പ്രശ്നമുള്ള ചെവിയും ഒക്കെ ആയിട്ടുള്ള ആ പെൺകുട്ടി ഞാനാണ്. വുണ്ടഡ് ആയി എന്ന് പറയുന്നത് ആക്ച്വലി ആലീസ് വാക്കറിന് കുട്ടിയായിരിക്കുമ്പോൾ എന്തൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ണിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് അല്യൂഡ് ചെയ്യണമെന്ന് കേട്ടോ. ആൻഡ് ദ മെൽറ്റഡ് ഇയർ. ഐ ആം ദ ഗേൾ ഹോൾഡിംഗ് ദെയർ ബേബീസ്, കുക്കിംഗ് ദെയർ മീൽസ്, sweeping their yards, washing their clothes, dark and rotting and wounded. അല്ലേ. അവിടെ എന്താ പറയുന്നത്? ഐ ആം ദ ഗേൾ ഹോൾഡിംഗ് ദെയർ ബേബീസ്. ഈ സ്റ്റാൻസ് ശ്രദ്ധിക്കൂ. ഇതിനകത്ത് മുഴുവനായിട്ട് പറയുന്നത് എന്താണ്?
എന്താ പറയുക, ഒരു ജെൻഡർ നോംസ് ആണ് അല്ലേ. സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ട് പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ട, പഠിക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്റ്റിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലാണുങ്ങളെങ്ങാനും അവർ കഴിച്ച കിണ്ണൊന്നും മോറി വെച്ചാ അല്ലേ, അത് അയ്യോ എന്തായി കാണിക്കണേ അല്ലേ. എന്താ പറയുക, ഒരു പെൺകുട്ടിയാണ് കഴുകി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കഴിച്ച കിണ്ണം മുറി വെച്ച ആരും നൊബഡി ക്വസ്റ്റ്യൻസ് ദാറ്റ് അല്ലേ. പക്ഷെ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ, വീട്ടിലെ ഒരാണ് കഴിച്ച കിണ്ണം മുറി വെച്ചാൽ അത് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം എന്താ, നമ്മുടെ സൊസൈറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആണുങ്ങൾ ഇതൊക്കെ ചെയ്യണം, പെണ്ണുങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം, ആണുങ്ങൾ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾ എന്നൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ചില അൺറിട്ടൺ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലേ നമുക്ക്. അതാണ് ഇവിടെയും പറയുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, ഐ ആം ദ ഗേൾ ഹോൾഡിങ് ദെയർ ബേബീസ്, കുക്കിംഗ് ദെയർ മീൽസ് അല്ലേ. ഞാൻ അവരുടെ കുട്ടികളെ ഹോൾഡ് ചെയ്യുന്നു. അതായത് നേഴ്സിംഗ് അല്ലേ. നേഴ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, സ്ത്രീകളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. കുക്കിംഗ് ദെയർ മീൽസ് അല്ലേ, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന. സ്വീപ്പിംഗ് ദ യാർഡ്സ്, അവരുടെ മുറ്റം അടിക്കുന്ന. വാഷിംഗ് ദ ക്ലോത്ത്സ്, അവരുടെ ക്ലോത്ത്സ് കഴുകുന്ന അല്ലെ, വസ്ത്രങ്ങൾ കഴുകുന്ന. ഡാർക്ക് ആൻഡ് റോട്ടിംഗ് ആൻഡ് വുണ്ടഡ് അല്ലേ. ആ ഡാർക്കായിട്ടുള്ള റോട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ശോചനീയമായ അവസ്ഥയായിട്ടുള്ള മുറിവുകളുള്ള ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ പെൺകുട്ടി ഞാനാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത് എന്താണ്, ഫിസിക്കൽ ട്രേറ്റ്സിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെ, ദ സോ കോൾഡ് ഇഷ്യൂസ് അല്ലെ, ഇഷ്യൂസായി കാണപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ചിലതൊക്കെ ഒരു പാത്തറ്റിക് കണ്ടീഷനിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ജെൻഡർ നോംസ് അല്ലേ. അവിടെയും ഒരു മാർജിനലൈസേഷൻ ഉണ്ട് അല്ലേ. അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ സ്ത്രീ ഇതൊക്കെ ചെയ്യാൻ വിധിക്കപ്പെട്ടവളാണ്, ആൻഡ് ഷീ ഈസ് സപ്പോസ് ടു ഡു ഓൾ ദീസ് തിങ്സ് അല്ലേ. അവിടെ ഒരു കമ്പൽഷൻ ഉണ്ട്. ആ കമ്പൽഷനാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഐ വുഡ് ഗിവ് ടു ദ ഹ്യൂമൻ റേസ് ഓൺലി ഹോപ്പ്. ഞാൻ മനുഷ്യരാശിക്ക് അല്ലെ, ഹ്യൂമൻ റേസിന് മനുഷ്യരാശിക്ക് കൊടുക്കുന്ന ഒരേ ഒരു സാധനം എന്താണ്, ഹോപ്പ്, പ്രതീക്ഷയാണ് അല്ലേ. നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ എപ്പോഴും പ്രതീക്ഷകൾ വേണം അല്ലേ. അപ്പം ഞാൻ ഹ്യൂമൻ റേസിന് കൊടുക്കുന്ന ഒരേ ഒരു സാധനം പ്രതീക്ഷയാണ്, ഹോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി കഴിഞ്ഞ സ്റ്റാൻസിൽ എന്താ പറഞ്ഞത്, ഞാൻ ഡാർക്കാണ് അല്ലേ, അതുപോലെ കുറേ ജെൻഡർ നോംസ് പറഞ്ഞു. പക്ഷെ ഇനിയത്തെ സ്റ്റാൻസ് നോക്കാം കേട്ടോ. ഐ ആം ദ വുമൺ വിത്ത് ബ്ലെസ്സഡ് ഡാർക്ക് സ്കിൻ. I am the woman with teeth repaired. I am the woman with the hearing eye, the ear that hears. അല്ലേ. അപ്പം മറ്റേ ആദ്യത്തെ സ്റ്റാൻസിൽ എന്താ പറഞ്ഞത്, ഡാർക്ക് സ്കിൻ ആണ്, റോട്ടൻ ടീത്ത് ആണ് അല്ലേ. ആകെ ഒരു പാത്തറ്റിക് കണ്ടീഷൻ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്, അതെല്ലാം ഹീൽഡായി അല്ലേ. ഡാർക്ക് സ്കിൻ ആണ്, പക്ഷെ അത് ബ്ലെസ്സഡ് ആണ് അല്ലേ. ആ സ്കിൻ ടോൺ ബ്ലെസ്സഡ് ആണ്, അതിലൊരു കുഴപ്പമില്ല. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബീങ് ഡാർക്ക് അല്ലേ. ഷീസ് പ്രൗഡ് ഓഫ് ബീങ് ഡാർക്ക് അല്ലേ. പിന്നെ ടീത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ റിപ്പയറായി. കണ്ണിൽ മുറിവുണ്ടായിരുന്നു, അത് ഓക്കെ ആയി. ചെവിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ കേൾക്കാം, എനിക്ക് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ഐ ആം ദ വുമൻ ഡാർക്ക് റിപ്പയർഡ് ഹീൽഡ് ലിസണിങ് ടു യു അല്ലേ. ഞാനാണ് ആ വുമൻ, എങ്ങനെയുള്ള ഡാർക്കാണ്, റിപ്പയർഡ് ഹീൽഡ് അല്ലേ. പ്രശ്നങ്ങളൊക്കെ മാറി, എല്ലാം സോൾവ് ചെയ്തു, മുറിവുകളൊക്കെ ഉണങ്ങി. ആൻഡ് ഐ എം ലിസണിങ് ടു യു, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം എനിക്ക് അല്ലേ. കാരണം ചെവിയൊക്കെ ഓക്കെ ആയി, ഇനി ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം. ഇനിയും ഷീസ് റിപ്പീറ്റഡ് ദാറ്റ് ലൈൻ അല്ലേ, ഷീസ് റിപ്പീറ്റിംഗ് ദാറ്റ് ലൈൻ അല്ലേ. ഐ വുഡ് ഗിവ് ടു ദ ഹ്യൂമൻ റേസ് ഓൺലി ഹോപ്പ്. ഞാൻ ആളുകൾക്ക് ആകെ കൊടുക്കുക ഹോപ്പ് മാത്രമാണ്, മറ്റൊന്നും കൊടുക്കില്ല. I am the woman offering 2 flowers whose roots are twin അല്ലേ. ഞാനാണ് ആ സ്ത്രീ. എങ്ങനെയുള്ള സ്ത്രീ, ഞാൻ മനുഷ്യരാശിക്കായിട്ട് 2 ഫ്ലവേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള ഫ്ലവേഴ്സ്, അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ട്വിന്നാണ്. അങ്ങനെയുള്ള എന്താ പറയുക, ഒരു 2 ഫ്ലവേഴ്സ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഏതാണ് 2 ഫ്ലവേഴ്സ്, ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്. ഹോപ്പ് ആൻഡ് ജസ്റ്റിസ്. ഏതൊക്കെയാണ് 2 ഫ്ലവേഴ്സ്,
ആലീസ് വാക്കർ സൊസൈറ്റിക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന 2 ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? ജസ്റ്റിസും ഹോപ്പും ജസ്റ്റിസും അല്ലേ? വിതൗട്ട് വൺ ദ അതർ കാൻറ്റ് എക്സിസ്റ്റ് അല്ലേ? ജസ്റ്റിസ് ഇല്ലാണ്ട് ഹോപ്പ് ഇല്ല. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി നമുക്കവിടെ ഒരു ജസ്റ്റിസ് കിട്ടണം. അപ്പോഴാണ് ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു പ്രതീക്ഷ കിട്ടുന്നത് അല്ലേ? ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ വരുന്നത് അപ്പോഴാണ്. അതുപോലെ ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തോന്നലാണെങ്കിൽ ജസ്റ്റിസ് ഏതെങ്കിലും കാലത്ത് വരുമോ, കിട്ടുമോ? ഇല്ല. എന്ത് വേണം? നമുക്ക് പ്രതീക്ഷ വേണം. അപ്പം അതിനൊക്കെ എന്ത് വേണം? ലെറ്റ് us begin. എന്ത് ബിഗിൻ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്? let us begin to struggle. എന്തിന്? let us begin to strive to achieve justice and hope അല്ലേ? or to make all these things reality അല്ലേ? ഇത് റിയാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് എന്ന് പറയുന്ന 2 ഫ്ലവേഴ്സ് ആണ് ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. ഇത് പക്ഷെ റിയാലിറ്റി ആവണമെങ്കിൽ എന്ത് വേണം? വി ഷുഡ് സ്ട്രഗിൾ. ചുമ്മാ ഇരുന്നാൽ നമുക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അതിന് ശരിക്കും എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമ്മൾ ഈ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വുമണിസം എന്ന് പറഞ്ഞിട്ടുള്ള ടേമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആ വുമണിസം എന്ന് പറയുന്ന ടേമിന് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. കാരണം എന്താണ്? ഐ ആം ദ വുമൺ ഹു ഇസ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? വുമൺ ആയതിൻ്റെ പ്രശ്നമുണ്ട്, ബ്ലാക്ക് ആയതുകൊണ്ട് അല്ലേ? ബ്ലാക്ക് റേസിൽ പെടുന്ന ഒരാളായതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് വുമൺ ആയതിൻ്റെ ആ പ്രശ്നമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ഫെമിനിസം അല്ല, പകരം എന്താണ്? വുമണിസം ആണ് എന്ന് ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സോ ഇറ്റ്സ് എ വുമണിസ്റ്റിക് പോം അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് ഈ പോയത്തിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മറ്റൊരു പോം അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.